യുവഗായകരിൽ ശ്രദ്ധേയയാണ് ധന റാസിക് എന്ന തലശ്ശേരിക്കാരി. ധന റാസിക് മാത്രമല്ല, സഹോദരങ്ങളും പാട്ടുകാരാണ്. ഇവരുടെ പാട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ധന റാസിക്കുമായി അക്ഷയ് പേരാവൂർ നടത്തുന്ന സംഭാഷണമാണ് എനിക്ക്. പാട്ടുകാരി ധന റാസിക്കാണ് എൻ്റെ കൂടെയുള്ളത്. കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ പാട്ടിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് നാടിനെ കുറിച്ച് സംസാരിക്കാം. തലശ്ശേരി എന്തല്ല ഈ കണ്ണൂർ ഭാഷ നിങ്ങൾ സംസാരിക്കലുണ്ടോ? ആ, നാട്ടില് ഫ്രണ്ട്സ് ഉണ്ടാവും, അവരോട് സംസാരിക്കും. പക്ഷെ നമ്മളിപ്പോ വേറെ സ്ഥലത്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആവും, ഡീസന്റ് ഭാഷയാവും. അപ്പൊ തലശ്ശേരിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഫുഡാണ് എന്റെ മനസ്സിലാദ്യം വരിക. അതന്നെയാണ് മെയിൻ. തലശ്ശേരി എന്നൊക്കെ ഓർമ്മ വരുമ്പോ ഫുഡ് അല്ലാണ്ട് വേറെ എന്താ ഓർമ്മ വരിക? ഫുഡ് അല്ലെങ്കിൽ എനിക്ക് തലശ്ശേരി ആയിട്ടുള്ള ഏറ്റവും വലിയ കമ്മിറ്റ്മെന്റ് എൻ്റെ വീടാണ്. വീട് ഉമ്മ, ആ ഒരു, പിന്നെ വീട്ടിലൊരു ഗാർഡൻ ഉണ്ട്. പിന്നെ അതാണ് വീടുമായി ബന്ധപ്പെട്ട ഓർമ്മകളാണ് കൂടുതലും. താനെൻ്റെ ലാസ്റ്റ് ഇന്റർവ്യൂ 3 വർഷം മുന്നാണ് അറൗണ്ട് അല്ലേ? അപ്പൊ ഞാനിങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു, കാരണം ഈ 3 വർഷത്തെ അപ്ഡേറ്റ് എന്താണെന്ന് അറിയില്ലല്ലോ. ഏതാ ഈ ഫ്രണ്ട്സ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ ചോദിച്ച സമയത്ത് ഫ്രണ്ട്സ് പറഞ്ഞു, പാട്ടുകാരി ആയില്ലായിരുന്നെങ്കിൽ ധന ഒരു ബേക്കർ ആയനെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ തലശ്ശേരിയാണ് സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കിയ സ്ഥലമാണ്. ആ നാട്ടിലെ കാറ്റടിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ സാധനം വരും. അപ്പോൾ ആ നാടിൻ്റെ കാറ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ? എങ്ങനെയാണ് ആ സാധനങ്ങളൊക്കെ? തലശ്ശേരിയിൽ അങ്ങനെ ബേക്കിംഗ് ആക്ച്വലി തലശ്ശേരി ആവണമെന്നില്ല, പക്ഷെ എൻ്റെ ഉമ്മ നന്നായിട്ട് ബേക്ക് ചെയ്യും. അപ്പം അങ്ങനെയാണ് എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് വരുന്നത്. പക്ഷെ ഉമ്മ എന്നെ സമ്മതിക്കുകയില്ല. പക്ഷെ അവസാനം ഞാനിങ്ങനെ വാശി പിടിച്ചൊരു 6th സ്റ്റാൻഡേർഡ് ആയപ്പോൾ ഉമ്മ പതുക്കെ ഒരു ട്രയൽ തന്നു. അത് വലിയ കുഴപ്പമില്ല, കിച്ചണൊന്നും വല്ലാണ്ട് വൃത്തികേടായിട്ടില്ലാന്ന് തോന്നിയാലോ പിന്നെ ചെയ്ത് പിന്നെ നല്ലോണം ചെയ്ത് ഞാനത് സീരിയസ് ആയിട്ട് കേൾണറി പോകണം അങ്ങനെല്ലാം വിചാരിച്ച്. പിന്നെ എനിക്കിങ്ങനെ എല്ലാ കൊല്ലവും എൻ്റെ മൂഡിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ പാട്ട് മാത്രമാണ് ഇപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു 5-6 കൊല്ലമായിട്ട് ഇപ്പോൾ അത് മാത്രമായിട്ട്. പാട്ടുകാർ മുന്നിൽ വന്നിട്ട് ഞാൻ ഇത്ര സമയമായിട്ടൊരു പാട്ട് പഠിപ്പിച്ചിട്ടില്ല, ഇങ്ങനെ വർത്താനത്തിലായിപ്പോയി. അപ്പോൾ പാട്ട് ഒരു നമ്മുടെ ലൈല മിറാജ് വെച്ച് തുടങ്ങാം. മതിരകപതി ഗുരുനബിയാർ ഹാമീമുണ്ടൻ തളമിൽ മധുപന്നുക മതി കൊതിയാൽ കാബ കൗസൈനളവിൽ മതിയൊളിവോൻ ചേർന്ന് സിറാ അതിൽ പാശമാൽ മതിയൊളിവോൻ തന്മ്യറാജിശലേശലായി. തലശ്ശേരിൻ്റെ ഫുഡിൻ്റെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഷാനുക്ക, നമ്മുടെ ഷാൻ റഹ്മാൻ, പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് തലശ്ശേരിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താ വരുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ഫുഡായിരിക്കും, രണ്ടാമത് ഏറ്റവും കൂടുതൽ മഞ്ചത്തിപ്പം പിള്ളേരുള്ളത് തലശ്ശേരിയാണെന്നാ പറയാ. വിനീതും അങ്ങനെ അഭിപ്രായം ഉണ്ട്. കോഴിക്കോടില്ലേ, എനിക്ക് ആക്ച്വലി കോഴിക്കോടത്തെ പെമ്പിളറേയും അമ്പിളറേയും ബേസിക്കലി ഭയങ്കര ഇഷ്ടമാണ്. ദുബായ് ആയിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെയാ? ദുബായ് ആയിട്ട് ഞാൻ പറയില്ല, എനിക്ക് വളരെ കണക്ഷൻ കുറവാണ്. ഞാൻ 3rd സ്റ്റാൻഡേർഡ് ആയപ്പോൾ തന്നെ നാട്ടിൽ വന്നു. പിന്നെ അതിന് ശേഷം നമ്മളിങ്ങനെ കുറേ വർഷത്തിന് ശേഷം വെക്കേഷന് വേണ്ടി ഇങ്ങനെ വരും. പരിപാടിക്ക് വന്നു തുടങ്ങിയപ്പോഴാണ് ശരിക്കും എനിക്കൊരു അറ്റാച്ച്മെൻറ്റ്, മുന്നേ മിസ്സായ ഒരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്ത് തുടങ്ങി. നല്ല പ്ലാനറാണ് ധാനാന്ന് കുടുംബത്തിൽ നിന്നൊരു ഇൻഫർമേഷൻ കിട്ടി. ലാസ്റ്റ് ഞാൻ ക്രെഡിറ്റ് കൊടുക്കാം എല്ലാവരുടെയും പേര്. കുടുംബത്തിൽ നിന്ന് കിട്ടി. ഒരു ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് A to Z കാര്യങ്ങൾ ധാന പ്ലാൻ ചെയ്യും. എനിക്ക് കോൺഫിഡൻസ് ഉള്ളൊരു മേഖലയാണ് ഞാൻ. പ്ലാനിങ്, ട്രിപ്പിൻ്റെ ഐറ്റിനറി എല്ലാം ഇതാക്കും. മെയിൻലി ഫുഡ് സ്പോട്ട്സ്. അപ്പം എന്തുണ്ടെങ്കിലും എനിക്കറിയാം. ഇപ്പം ഞാൻ ഇപ്പോൾ എറണാകുളത്ത് കുറേ കാലം ഉണ്ടായിരുന്നു. അപ്പോൾ എറണാകുളം വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സോ കസിൻസൊക്കെ എന്നെ വിളിക്കും. അങ്ങനെ എനിക്ക് പരിചയമുള്ള സ്ഥലത്തുനിന്ന് എന്നെ വിളിക്കും. പിന്നെ ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ മാക്സിമം ഫുഡ് സ്പോട്ട് കവർ ചെയ്യാൻ ട്രൈ ചെയ്യും. മനുഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കുറച്ച് പോസിറ്റീവ് ഫാക്ടേഴ്സ് ചോദിക്കാൻ ഞാൻ നോട്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? മറ്റുള്ളവരിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഭയങ്കര കൈൻഡായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ. ഉള്ളിൽ കൈൻഡാവാണ്ട് ഒരിക്കലും ഒരാൾക്ക് പുറത്ത് കൈൻഡാവാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട്. സോ ഇറ്റ്സ് അങ്ങനെ. പിന്നെ ഭയങ്കര കമ്പനിയായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു ഫാൻ മൊമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു ബ്യൂട്ടിഫുൾ ഫാൻ മൊമെന്റ് ചോദിച്ചാൽ എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന. ബ്യൂട്ടിഫുൾ ആവണല്ലേ? ടെറിബിൾ. ഞാൻ രണ്ടാമതായിട്ട് ചോദിക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് ഒരാൾ ആരാന്ന് ആക്ച്വലി എനിക്കും അങ്ങനെ വലിയ ഐഡിയ ഇല്ല. ഒരു വലിയൊരു കാട്ടൻ ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് കൊടുത്തേൽപ്പിച്ചിട്ട് ബാക്ക് ഗേറ്റിൽ എനിക്ക് എന്നെ ജസ്റ്റ് മെസ്സേജ് അയച്ചു ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ കാണുകയും ചെയ്തു. പിന്നെ എൻ്റെ ഫ്രണ്ടിനെ വിളിക്കുകയും ചെയ്തു. എനിക്ക് എന്തോ ഒരു കവറുണ്ടെന്ന് പറഞ്ഞിട്ട്. ആ ഇതിൽ ഒരു
മൊത്തം ഒരു മിനിമം 15,000 ചോക്ലേറ്റ്സ്, നട്ട്സ്, പിന്നെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട്. ഞാനിങ്ങനെ വണ്ടർ അടിച്ച് നിന്നൊരു സമയം ഉണ്ടായിരുന്നു. ദാന പാടുന്നതിൽ വെച്ചിട്ട് ദാനക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ട് ഒന്ന് പാടാം. ഏഴാം ബഹറിൻ്റെ വാതിൽ തുറന്നോളെ, അസർമുല്ല പോലുള്ള പെണ്ണേ, മുഹബത്തിനിണയായ കണ്ണേ. ഞാൻ കുറച്ച് വേർഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഫ്രം യുവർ ലൈഫ് ഒരു നല്ല പാട്ട് എന്നൊക്കെ പറയുന്നതിന് ഒരു ഡെഫിനേഷൻ എന്താണ് താനക്ക്? നല്ല പാട്ട് എന്നൊന്നുമില്ല. ബേസിക്കലി ഒരാൾ ഹൈ എഫേർട്ട് ഇട്ട് പുട്ട് ഔട്ട് ചെയ്യുന്ന ഏത് പാട്ടും നല്ല പാട്ടാണ്. സന്തോഷം എന്താണ് സന്തോഷം എന്ന് പറയുന്നത് താനക്ക്? തിന്നല്. ഫുഡ് തിന്നാൽ എൻ്റെ മൂഡ് ഇങ്ങനെ എലവേറ്റ് ആവും. ശരിക്കും ഈ അഡൾട്ട്ഹുഡിൻ്റെ ആണോന്ന് അറിയില്ല, നമ്മളിങ്ങനെ മാറി താമസിക്കുമ്പോഴൊക്കെ വീട്ടിൽ എല്ലാവരായിട്ടും നല്ലൊരു ബാലൻസ് ബന്ധം വയ്ക്കാനും ടൈം കണ്ടെത്താനും എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവുക, ഹെൽത്തി ആയിട്ട്, ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. വാട്ട് ഈസ് സക്സസ്? സക്സസ്സും പീസും ഒന്നാണെന്ന് തോന്നാറുണ്ട്. പീസ് ഇല്ലാത്തൊന്നും അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ പല കാര്യങ്ങളും ചെയ്തിട്ടും നേടിയിട്ട് നമുക്ക് പീസ് ഇല്ലെങ്കിൽ നമുക്ക് സക്സസ് കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ബേസിക്കലി നമ്മൾ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക, ഒന്ന് പീസ്ഫുൾ ആയിട്ടിരിക്കുക, അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും എല്ലാം ചെയ്യുന്നത്. ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മളിപ്പോൾ പൈസ ഉണ്ടാക്കുന്നത് എന്തിനാ? സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് പൈസ കുറേ ഉണ്ടായിട്ട് സമാധാനം ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. ഇനി ഫ്യൂച്ചർ പ്ലാൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എനിക്കൊരു പക്കാ ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റ് ആവണം എന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് ഒബ്വിയസ്ലി ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. പിന്നെ എനിക്ക് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണമെന്നുണ്ട് ഒരു സിംഗേഴ്സിൻ്റെ. പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് തന്നെ പല ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ടല്ലോ. പലർക്കും ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും ഉണ്ട് കുറച്ച്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മളൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. എന്താ ഫ്യൂച്ചർ പ്രൊജക്ട്സ് ഒക്കെ? പ്രോജക്ട്സ് ഒരു ഭീഷ്മർ മൂവിയിൽ ഒരു സോങ് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 3 ആർട്ടിസ്റ്റ് കൊളാബറേഷൻസ് ഓൾമോസ്റ്റ് ഡണ്ണാണ്. അത് വരാനുണ്ട്. വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ട്, അത് നിങ്ങൾ വഴിയെ അറിയും. അതും സർപ്രൈസ്. അപ്പോൾ എന്തായാലും താങ്ക് യു. ഒരുപാട് വളരാൻ കഴിയട്ടെ. ഓ താങ്ക് യു. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.